ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചെമ്മീൻ കൊണ്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്ത് നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയൊരു തക്കാളി, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇല. ഇനി നമുക്ക് ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒരു വിസിലടിക്കണ വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയാണ്. ഇത് നമുക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വിസിലടിച്ച് ഓഫാക്കിയിട്ടുണ്ട്. ആ സമയം നമുക്കൊരു ചട്ടി ചൂടാക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതിട്ട് കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവണത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഡ്രൈ ആക്കി എടുക്കണില്ല. ഒരു ചെറിയ ഗ്രേവിയിലാണ് ഞാനിത് എടുക്കുന്നത്. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുക്കുക. അല്ലെങ്കിൽ ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ചപ്പാത്തിക്ക് കുറച്ചൊരു ഗ്രേവി വേണ്ടിച്ചിട്ടാണ് ഈ ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ആയാലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ആലോചിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിനി ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു ഞങ്ങൾ കഴിഞ്ഞ ഫ്രൈഡേ പുറത്ത് പോയതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്ലാൻ ചെയ്തത് ദുബായ് ആയിരുന്നു. ഷാർജ എത്തിയപ്പോൾ ഞങ്ങളുടെ പ്ലാന് മാറി. റാസൽ ഖൈമ ജബൽ ജായിസിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ജബൽ ജായിസിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിയിൽ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം, യൂട്യൂബിലിടാമെന്ന്, ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വ്ളോഗായിട്ട് ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് പറയുക. അപ്പോൾ ഞാൻ മാക്സിമം ശരിയാക്കാൻ നോക്കാം. പിന്നെ വീഡിയോ എടുക്കുന്ന ആളും ഞാൻ തന്നെയാണ്. അപ്പോൾ കുറച്ചൊന്നും ഉണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുമെന്നാണ് എനിക്ക് തോന്നണത്. ക്ഷമിക്കണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. രാവിലെ ഭക്ഷണം കഴിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങിയിട്ട് നല്ല വല്ല മരത്തിൻ്റെ ചോട്ടോ
ഒക്കെ ഇരുന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ ഷാർജ എത്തിയപ്പോൾ റൂട്ട് മാറി, ജബൽ ജൈസായി. ഇനി അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും 2 മണിക്കൂറിൻ്റെ മേലെ പിടിക്കും. ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 3-3:30 ആയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം അസർബാങ്ക് കൊടുത്തിക്കണം. ഇവിടെ ഒരു 3:30-4 മണിയായിരിക്കണം. ഇനി ഇവിടുന്ന് ജബൽ ജൈസിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും 2 മണിക്കൂർ പിടിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും വിശന്നിരിക്കുകയാണ്. ബാക്കിൽ നിന്ന് ഓരോരുത്തർ വിശപ്പും കാര്യങ്ങളൊക്കെ പറിച്ചിൽ തുടങ്ങിയിരിക്കണം. അപ്പോൾ മലേൻ്റെ മുകളിലെത്തുമ്പോൾ നല്ല തണുപ്പാവുമല്ലോ. എങ്ങനെയായാലും ഇപ്പോൾ ഈ ചൂടുണ്ടാവില്ല. നമ്മളങ്ങോട്ട് കയറുന്നതിനനുസരിച്ച് ഇങ്ങനെ ചൂട് കുറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് മലേൻ്റെ മുകളിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ പോവുകയാണ്. എല്ലാവരും വിശന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റാസൽ ഖൈമ എത്തി. റാസൽ ഖൈമേന്ന് ജബൽ ജൈസിലേക്കുള്ള റോഡാണിത്. പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പെരുന്നാൾ അതുപോലെ കൂടുതൽ റഷുള്ള ടൈമിലൊന്നും വരരുത്. കാരണം ഒരു വട്ടം വന്ന് ഞങ്ങൾ ചടച്ചതാണ്. അന്ന് അല്ലൈൻ കുന്നിലേക്കാണ് പോയത് ഒരു പെരുന്നാൾക്ക്. വണ്ടിയിലിരുന്ന് ചടച്ച് ഭയങ്കര ബ്ലോക്ക്. റോഡ് എന്താ പറയുക, എത്രയോ ദൂരം വരെ വണ്ടികൾ ഉറുമ്പരിക്കണ മാതിരി അരിച്ച് 4 മണിക്ക് ഞങ്ങൾ മലേൻ്റെ മുകളിൽ കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 8 മണി വരെ അവിടെ തന്നെ. ലാസ്റ്റ് മലേൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാതെ തിരിച്ചു പോന്ന്. അതോടെ ഈ മലമ കയറുന്നതിനോട് ഇതുണ്ടായിരുന്നില്ല. അന്നത്തോടെ എനിക്ക് ചടച്ച്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എൻ്റെ മാമൻ്റെ അടുത്തേക്ക് അല്ലൈൻക്ക് പോയപ്പോൾ മാമൻ പറഞ്ഞു നമുക്ക് അല്ലൈൻ കുന്നിന് മുകളിൽ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അന്ന് അത്രയും ഇതായതല്ലേ, ഇനിയും കയറണോ. പിന്നെ അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, എൻ്റെ ഫാസിനെ. അപ്പോൾ ബുദ്ധിമുട്ടാവോ, അത്രയും ചടച്ചിരുന്നതുകൊണ്ട് ഇനിയും കയറണോ വേണോ എന്നുള്ളൊരിതായിരുന്നു. പിന്നെ പോയി നോക്കാം. പക്ഷേ ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് യാത്രയോടുള്ള പൂതി കണ്ട് പോകും. എന്താ പറയുക, ഇങ്ങനെ റഷുള്ള സമയത്ത് പോയാൽ. അതുപോലെ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ പോകുന്നതാണ് നല്ലത്. എല്ലാഞ്ഞാലും ഞങ്ങൾ പോയ മാതിരി ഒന്നും കാണാതെ തിരിച്ച് വരേണ്ടി വരും. അപ്പോൾ നമ്മുടെ മല എത്താനായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മല ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും താഴെ തന്നെയാണ്. ഇങ്ങനെ റോഡിൽ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത്. ഇപ്പോൾ ജബൽ ജൈസിലേക്കുള്ള റോഡാണ്. ഒരു തടാകത. ഇവിടെ കഴിഞ്ഞ വർഷം നല്ല മഴയും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് റോഡൊക്കെ ആകെ കേടന്ന് കിടക്കുന്നു. ഇപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് എന്തുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. വണ്ടി ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുകളിൽ എന്തായാലും ആളുണ്ടായിരിക്കും. ശരിക്കും മലകൾ കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഇത് ഞാൻ വീഡിയോ ഇങ്ങനെ പിടിച്ചിൻ്റെ കൈ കടയുമ്പോൾ ഫോൺ ഓഫാക്കി വെക്കും. അപ്പോഴാണ് എല്ലാം നല്ല വ്യൂസ് ഉണ്ടാവല്. ഞാൻ ഫോണിൽ എടുക്കുമ്പോഴത്തേന് അതാണ് കൈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റണ മാതിരി ഞാനൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മലേൻ്റെ മുകളിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്.
മലൻ്റെ മുകളിലെത്തിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. കുട്ടികളെ കുറച്ച് ടിക്ടോക്കും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഭക്ഷണം കഴിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.